നിന്റെ കർത്താവായ ദൈവം ഞാനാകുന്നു. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. ദൈവകൽപ്പനകളിലെ ഒന്നാമത്തേതും ഏറ്റവും പ്രധാന കൽപ്പനയും ഇതാണ്. ആരാധനയും സ്തുതിയും സ്തോത്രവും ദൈവത്തിന് മാത്രം. ദൈവത്തെക്കാൾ പ്രാധാന്യം മറ്റൊരു ശക്തിക്കും നൽകരുത്. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4:12. പിതാവായി ദൈവത്തിനു മുൻപിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥനായി ദൈവപുത്രനും പാപവിമോചകനുമായ ഈശോ ഉണ്ട്. കാനായിലെ കല്യാണ വിരുന്നിലെ കുടുംബത്തെ അവമാനത്തിൽ നിന്നും കാത്തുരക്ഷിക്കാൻ മധ്യസ്ഥം വഹിച്ച ദൈവമാതാവ് സ്വർഗത്തിലെ നമുക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കുന്നു. രക്ഷകന്റെ മാതാവായി തീരുന്നതിന് മറിയത്തെ ആ സ്ഥാനത്തിന് അനുഗുണമായ ദാനങ്ങളാൽ ദൈവം സമ്പന്നയാക്കി. മംഗളവാർത്ത അറിയിക്കുന്ന നിമിഷങ്ങളിൽ ഗബ്രിയേൽ മാലാഖ മറിയത്തെ അഭിസംബോധന ചെയ്യുന്നത് ദൈവകൃപ നിറഞ്ഞവളെ എന്നാണ്. അനന്യമായ ദൈവകൃപയാലും സർവശക്തനായ ദൈവത്തിന്റെ ആനുകൂല്യത്താലും മനുഷ്യവർഗത്തിന്റെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ യോഗ്യതകളെ മുൻനിർത്തിയും ഏറ്റവും പരിശുദ്ധിയായ കന്യകാമറിയം അവളുടെ ഉത്ഭവത്തിന്റെ ആദ്യ നിമിഷം മുതൽ ഉത്ഭവഭാവത്തിന്റെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും പരിരക്ഷിക്കപ്പെട്ടു. ദൈവപുത്രനായ ഈശോയുടെ അമ്മ ദൈവമാതാവ് നമ്മുടെയും അമ്മയാണ്. തിരുസഭ ഈശോയുടെ ഭൗതിക ശരീരമാണ്. വിശ്വാസികൾ ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ്. അപ്പോൾ ക്രിസ്തുവിന്റെ മാതാവായ മറിയം സഭയുടെയും മുഴുവൻ ദൈവജനങ്ങളുടെയും മാതാവാണ്. പരിശുദ്ധ അമ്മയെ വണങ്ങുവാനും ആദരിക്കുവാനും അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥന സഭാമകൾക്ക് ലഭിക്കുവാനും നൂറ്റാണ്ടുകളായി മെയ് മാസം പരിശുദ്ധ അമ്മയുടെ വണക്കമാസമായി തിരുസഭ ആചരിക്കുന്നു. മണലിങ്കൽ സെന്റ് മേരീസ് ദേവാലയത്തിലെ മുണ്ടൻകുന്ന് കുരിശുപള്ളി മെയ് മാസ വണക്ക തിരുക്കർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ജെയിംസ് കൊടിലിൽ നേതൃത്വം നൽകി. നന്മ നിറഞ്ഞവളേ മേരി നിന്നാമം വാഴ്ത്തിപ്പാടുന്നു. പരിശുദ്ധ കന്യാമാതാവേ, പാപികൾ ഞങ്ങൾക്കായി നിത്യം നിൻ പ്രിയസുതനോടെന്നെന്നും പ്രാർത്ഥിക്കണമേ തായേ, നീ എന്നെന്നും മൃത്യുവിൻ നേരത്തും. നന്മ നിറഞ്ഞവളേ മേരി നിന്നാമം വാഴ്ത്തിപ്പാടുന്നു. പരിശുദ്ധ കന്യാമാതാവേ, പാപികൾ ഞങ്ങൾക്കായി നിത്യം നിൻ പ്രിയസുതനോടെന്നെന്നും പ്രാർത്ഥിക്കണമേ തായേ, നീ എന്നെന്നും മൃത്യുവിൻ നേരത്തും. നന്മ നിറഞ്ഞവളേ മേരി നിന്നാമം വാഴ്ത്തിപ്പാടുന്നു. പരിശുദ്ധ കന്യാമാതാവേ, പാപികൾ ഞങ്ങൾക്കായി നിത്യം നിൻ ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ ഞങ്ങളുടെ രൂപതാധ്യക്ഷന്മാർ ജോസഫ് മെത്രാപ്പൊലീത്തയുടെ പിതാവും രൂപതാധ്യക്ഷന്മാർ ജോസഫ് മെത്രാനും അവരുടെ സഹപ്രവർത്തകരും പ്രാർത്ഥിക്കുന്ന കാരണബോധിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സുഹൃതങ്ങളെ കുറിച്ച് ആത്മീയവും ശാരീരികവും എല്ലാ സഹായം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തിരുനാൾ നടത്തുന്നവരെയും അവരുടെ കുടുംബാംഗങ്ങളെ തിരുക്കർമ്മങ്ങൾ സംബന്ധിക്കുന്നവരെ കുടുംബാംഗങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ എല്ലാ ദൈവമക്കളിലേക്കും എത്തിക്കേണ്ടതിന് നിങ്ങൾ ഷെയർ ചെയ്യുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുമല്ലോ. ദൈവമാതാവിന്റെ മധ്യസ്ഥത്താൽ കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് കൃപയും സമാധാനവും എല്ലാവർക്കും ലഭിക്കട്ടെ. ആമേൻ.
ആത്മീയവും ശാരീരികവുമായ എല്ലാ വരങ്ങളാലും പരിശുദ്ധ കന്യകാമറിയത്തെ അലങ്കരിച്ച ദൈവമേ എന്നൊരു പ്രാർത്ഥന പ്രത്യേകിച്ച് നമ്മളുടെ ഈ ലതീഞ്ഞ് പ്രാർത്ഥനയിൽ നമ്മൾ ചെല്ലുന്നുണ്ട്. അത് വളരെ അർത്ഥവത്തായൊരു അനുഗ്രഹത്തിൻ്റെതായ ഒരു പ്രാർത്ഥനയായിട്ട് തോന്നുക. ദൈവമാതാവ് എന്ന പേരിൽ തന്നെയാണ്, ദൈവമാതാവ് എന്ന് നമ്മൾ വിളിക്കുകയാണ്. നമ്മുടെ കേരളത്തിൻ്റെ ക്രൈസ്തവ സമൂഹത്തിൽ പ്രത്യേകിച്ച് പള്ളികൾ അറിയപ്പെടുന്നതും സന്ധ്യാപ്രാർത്ഥനയിൽ കുടുംബാംഗങ്ങൾ ഒന്നിച്ചു ചേരുന്നതും എല്ലാമായൊരു കാര്യം പരിശുദ്ധ മാതാവിനോട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അത് നമ്മളുടെ ഒരു പ്രത്യേകതയാണ്. പരിശുദ്ധ മാതാവിനോടുള്ള ഭക്തി ആണ്ടുവട്ടത്തിൽ വളരെ സജീവമായിട്ടൊരു 12 തിരുനാളുകൾ തന്നെ നമുക്കൊരു വർഷത്തിൽ പരിശുദ്ധ മാതാവിനോട് ബന്ധപ്പെട്ടതായിട്ട് കാണുന്നു. അതിലേറ്റവും ജനകീയമായിട്ടുള്ള ഒരു ഭക്തി എന്ന് പറയുന്നത് മെയ് മാസത്തിൽ നടത്തപ്പെടുന്ന വണക്കമാസ പ്രാർത്ഥനകളാണ്. മെയ് മാസത്തിൻ്റേതായിട്ടുള്ളൊരു ആഘോഷം, അവധിയുടെ ഒരു സ്വാതന്ത്ര്യമുണ്ട്, കാലാവസ്ഥയുടെ ഒരു പ്രത്യേകതയുണ്ട്, ഭക്തിയുടെ സാഹചര്യങ്ങളുണ്ട്, പൂക്കൾ പ്രത്യേകമായിട്ട് വിരിയുന്ന ഒരു പ്രത്യേകമായൊരു സാഹചര്യമുണ്ട്. ഇതെല്ലാം മെയ് മാസത്തിൻ്റെ മനോഹാരിത പരിശുദ്ധ മാതാവിനോടുള്ള ഭക്തി പ്രകടിപ്പിക്കുവാനായിട്ട് കൂടുതൽ സഹായകരമായി തീരുകയാണ്. ഇടവകളിൽ, കുരിശുപള്ളികളിൽ, ഗ്രാമീണ അന്തരീക്ഷങ്ങളിലെല്ലാം ഈ കൊച്ചു കൂട്ടായ്മകൾ നമ്മൾ കാണുകയാണ്. അപ്പോൾ ഈ മെയ് മാസത്തിൻ്റേതായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള വണക്കമാസ പ്രാർത്ഥന ഒരുപക്ഷെ അതൊരു ഭക്തിയുടെയും ചില സംഭവങ്ങളുടെയൊക്കെ പേരിലാണെങ്കിൽ പോലും ഒത്തിരിയേറെ പ്രചോദനാത്മകമായിട്ടുള്ള കാര്യമായിട്ട് നമ്മൾ കാണുകയാണ്. ഈ ഭക്തി വഴി കണ്ടിരിക്കുന്നൊരു പ്രത്യേകത ആളുകൾ തമ്മിലുള്ളൊരു ഐക്യമാണ്. കുറച്ച് ആളുകളാണെങ്കിൽ പോലും ആളുകൾ തമ്മിലുള്ള ഒരു സ്നേഹവും ആദരവും പരിശുദ്ധ മാതാവിൻ്റെ പേരിൽ, പരിശുദ്ധ മാതാവിൻ്റെ നാമത്തിൽ, പരിശുദ്ധ മാതാവിനുള്ള പ്രാർത്ഥനയിൽ ആളുകൾക്ക് വലിയൊരു സന്തോഷവും ഒരു ഉണർവും തരികയാണ്. Yeah.